പക്ഷെ എനിക്കിപ്പോഴും ഈ പരസ്പരം എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു 8-9 വർഷം ആവും. പല സ്ഥലങ്ങളിലും ഈ പോകുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ദീപ്തി എവിടെ? ഞാൻ പറഞ്ഞ ഡ്യൂട്ടിയിലാണ്. അപ്പൊ നിങ്ങൾ വെള്ളത്തിൽ ചാടി ഇറങ്ങില്ലേ? ലൈൻ കട്ടായി എന്നെ. ക്ലൈമാക്സിനെ കുറിച്ച് ആക്ച്വലി ഇന്ന് രാവിലെ വന്നപ്പോ കൂടി സംസാരിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവന്റെ ക്യാരക്ടർ കാണുമ്പോഴത്തേക്ക് എടാ മിടുക്ക ഭയങ്കര എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സമയം നമ്മളൊക്കെ 5 സുന്ദരിമാര് പോയിട്ട് ഒരു സുന്ദരി നല്ലതുണ്ടായാൽ മതി എന്ന് ചിന്തിച്ച് പോയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇവ 5 സുന്ദരിമാരുടെ ഇടയിൽ കിടന്നു. എനിക്കത് തീരെ പിടിക്കണില്ല. എനിക്കറിയില്ലായിരുന്നു പുള്ളി ഇത്ര തറയാണെന്ന്. ഞാൻ നോക്കുമ്പോ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരാൾ പെട്ടെന്ന് നേരിട്ട് കാണുമ്പോൾ വൈഫ് ഭയങ്കര ഫാനാണ് പുള്ളിക്കാരുടെ കുട്ടിക്കാലത്തെ സ്ത്രീകളെ കാണുന്നതാണ്. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞ് അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം എനിക്ക് എത്ര വയസ്സായെന്ന് കുട്ടിക്കാലം വെൽക്കം ടു ഫിലിമി ബീറ്റ്. ഇന്ന് ഫിലിമി ബീറ്റിനൊപ്പം ഉള്ളത് 5 സുന്ദരികൾ എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന സീരിയലിലെ സുന്ദരികളും സുന്ദരന്മാരുമാണ്. വെൽക്കം ഗൈസ്. അപ്പൊ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഷോർ. ഞാൻ 5 സുന്ദരീസിലെ മേഘ പൊതുവാളാണ്. സുന്ദരി അല്ലല്ല. ഓക്കെ. റിയൽ നെയിം ഇസ് ഋതിക കൃഷ്ണ. ഞാൻ 5 സുന്ദരികളിലെ ഷൈനി വിൽസൺ. റിയൽ നെയിം ലക്ഷ്മി ബിനു. നമസ്കാരം, എൻ്റെ ഒറിജിനൽ പേര് വിശാൽ രാമചന്ദ്രൻ. 5 സുന്ദരികളല്ല, വേറൊരാളാണ്. അത് നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ക്യാരക്ടർ നെയിം ആരവ്. ഞാൻ 5 സുന്ദരികളിലെ അടുത്ത സുന്ദരൻ ഒരു ചെറിയ സുന്ദരൻ, ഗബ്രിയൽ ഡിക്കോസ്റ്റ ഡൻ വർഗീസ്. ചുമ്മാ ഗബ്രിയൽ എന്നാണ് എൻ്റെ ക്യാരക്ടർ നെയിം. ബാക്കിയൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ആഡ് ചെയ്തതാണ്. എൻ്റെ ശരിക്കുള്ള പേര് വിവേക് ഗോപൻ. എൻ്റെ പേര് ദേവ. ഞാൻ 5 സുന്ദരികളിൽ ACP ഇന്ദ്രജിത്ത് എന്ന് പറയുന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്. അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ്. യെസ്. ഹായ്, എൻ്റെ പേര് ഗൗതമി. ഞങ്ങളുടെ ഈ പ്രോജക്റ്റിൽ അനന്യ ഭാസ്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ്. 5 സുന്ദരികളുടെ ചെറിയൊരു സിനോപ്സിസ് പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കൂട്ടത്തിൽ മൂത്തത് അല്ല, ഞാൻ എൻ്റെ ക്യാരക്ടർ മാത്രമേ വലുതായിട്ട് ഞാൻ ചോദിച്ചുള്ളൂ. കാരണം 5 സുന്ദരികളുടെ സിനോപ്സിസ് പറയാനായിട്ട് ഇവിടെ കറക്റ്റായിട്ട് അറിയാന്നുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു ഗൗതമിയായിരിക്കും. എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാനായിട്ട് ആ ഒരു കഥയുടെ രീതിയിലെല്ലാം പറഞ്ഞുതരാൻ അതിന് അനുയോജ്യമായിട്ടുള്ള ആൾ ഗൗതമിയാണ്. അപ്പോൾ ഗൗതമി പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെ പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി കൂടുതൽ റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലി ഓഡിയൻസിനും ഫ്രണ്ട്സിനും ഒക്കെ കൂടി ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഫീൽ ഗുഡ്, ഒരു കോമഡി, അങ്ങനത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് എനിക്ക് പ്രത്യേകിച്ച് യൂത്തിന്. അതെ 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 നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് ഒരു കോളേജ് ഹോസ്റ്റൽ, കോളേജ് ലൈഫ്, അങ്ങനത്തെ രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറി ലൈൻ ആണ് ഞങ്ങളുടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഐ തിങ്ക് ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന ഒരു സംഗതിയാണ്. സോ അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ക്രക്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവം. ഇത് പറഞ്ഞു കേട്ടിട്ട് സ്ഥിരം സീരിയലുകളുടെ ഒരു ക്ലീശയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു കഥയാണ്. പ്രത്യേകിച്ച് 5 പെൺകുട്ടികൾ, ഹോസ്റ്റൽ ലൈഫ്, അതൊക്കെ അങ്ങനെ സാധാരണ അതൊന്നും സീരിയലൊന്നും സംസാരിക്കാറില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയുക? പറഞ്ഞ പോലെ ഒരു ക്ലീഷേ പാറ്റേൺ അല്ല ഇത് ഫോളോ ചെയ്യണേ. ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷന് കുറച്ചും കൂടെ സ്ട്രൈക്ക് ആവും തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ആ പഴയ ഓൾഡ് മെമ്മറീസൊക്കെ ഒരു ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻ്റാണ് ഈ സീരിയലിൽ നമ്മൾ കാണിക്കുന്നത്. ഞാൻ ഇന്നവരെ ഹോസ്റ്റലിൽ നിൽക്കാത്ത ഒരാളാണ്. സോ എനിക്ക് ഇതിൽ വന്നപ്പോൾ ഭയങ്കര ഒരു പുതിയൊരു സാധനം കിട്ടിയ പോലത്തെ ഒരു ഫീലായിരുന്നു. ഇപ്പം നമ്മൾ 5 പേരും ആ സ്പോട്ടിൽ കണ്ട ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. പിന്നെ പുതിയ ക്യാരക്ടേഴ്സ് വരുമ്പോൾ രസമാണ്. ഒരു കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻറ്റയർലി ഒരു ഡിഫറൻസ് ആണ്. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. ഇതൊന്ന് കൂട്ടത്തിലെ യങ്ങസ്റ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരിതാണ്. ഞാനും ചേച്ചി പോലെ അങ്ങനെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവരൊക്കെ കൂടി
എല്ലാവരും ഒരുമിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഫുൾ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം നല്ല രസമായിട്ട് പോകുന്നു ഷൂട്ടിംഗ് ഒക്കെ. 5 സുന്ദരികളിൽ ഞാനിപ്പോൾ 3 സുന്ദരികളെ കാണുന്നുള്ളൂ. ബാക്കി 2 സുന്ദരികൾ എവിടെ? രണ്ടുപേരുണ്ട്. രണ്ടുപേർ ഇപ്പം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്തത്. ഒരാൾ അമൃത കിരൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി കാസർഗോഡ് നിന്നാണ് വരുന്നത്. മറ്റേ ആൾ വൃന്ദ, ദിയ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്. വൃന്ദ എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളിക്കാരത്തി ചെന്നൈയിൽ നിന്നാണ്. അപ്പം ഈ പെട്ടെന്ന് വരാനുള്ളൊരു അസൗകര്യം കൊണ്ടാണ് അവർ രണ്ടുപേരും വരാത്തത്. അവരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഓളാണ് അല്ലേ? എന്നെ ഇന്നലെ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞു നമ്മുടെ അമൃത ചേച്ചി എന്നെ കുറിച്ചൊന്ന് പൊക്കി പറഞ്ഞേക്കണേന്ന്. അതിൽ അതെ കിരൺ പ്രഭാകറാണ് ഇതിൽ ക്യാരക്ടർ, ബോക്സർ ക്യാരക്ടർ. അപ്പോൾ ലൈക്ക് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഈ മൊമെന്റിൽ ചേച്ചീനെ. എന്നാലും ഇത് കാണുമ്പം വി വോണ്ട് മിസ് യു. ആൻഡ് ചേച്ചി ഒരു നമ്മളെനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു സീൻ പറയുകയാണെങ്കിലും ഭയങ്കര കോൺട്രിബ്യൂഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ സ്പോട്ടിൽ തരികയാണെങ്കിൽ പോലും നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട് സ്പോട്ടിൽ. നമുക്ക് ആ സ്പേസും ഉണ്ട് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇപ്പം പ്രോംപ്റ്റിംഗ് വൈസ് ഡയലോഗ്സ് ആണെങ്കിലും നമുക്ക് സ്പോട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ട് പോകുന്നുണ്ട്. സോ അതിൽ ചേച്ചിയുടെ കോൺട്രിബ്യൂഷൻ ഇസ് റിയലി റിയലി ഹ്യൂജ്. സോ വി മിസ് യു റൈറ്റ് നൗ. സന്തോഷമായി, അമൃതയ്ക്ക് സന്തോഷമായി കാണും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ 3 പേരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? ബാക്കി കാര്യങ്ങൾ കുറച്ചും കൂടെ ഇവരുടെ ക്യാരക്ടേഴ്സ് മനസ്സിലായി, ഹോസ്റ്റലേഴ്സ് ആണ്, അതിൻ്റെ ഒരു ബോണ്ടും കാര്യങ്ങളും. അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ്? ഞാനൊരു പാരാസൈക്കോളജിസ്റ്റ് ആണ് ഇതിൽ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണത്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു സീരിയലിൽ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ട് ഞങ്ങൾ. ആണോ? ഫസ്റ്റ് ടൈമാണ് സീരിയൽ പാരാസൈക്കോളജി ഫസ്റ്റ് ടൈമാണോ? ഓക്കെ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അങ്ങനെ കേട്ടില്ല. കുറേ ഡോക്ടേഴ്സും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ പാരാസൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് എന്നെ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പം ഭയങ്കര പൊട്ടൻഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഇത് ഇവരെല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് അതിനുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ ടീം തരുന്നുണ്ട്, പ്രത്യേകിച്ച് ഡയറക്ടർ തരുന്നുണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര എന്താ പറയുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ജോവിയലാണ്, എൻജോയ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പം നമുക്ക് ഈ പൊതുവേ സീരിയൽ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ കുറേ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ചിലപ്പം ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. കാരണം നല്ലൊരു സ്റ്റാർട്ടാണ്. നമുക്ക് ഷൂട്ട് ഇപ്പോൾ പാക്കപ്പ് ആയാലും നമുക്ക് വീണ്ടും പെട്ടെന്ന് അടുത്ത ഷെഡ്യൂൾ തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളൊരു കോളേജിലൊക്കെ നമ്മൾ പോകുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളും ഉണ്ട്. എനിക്കില്ല, ഇവർക്കൊക്കെ. ഞാനൊരു അത്രത്തില്ല, ഞാനൊരു 10-15 വർഷത്തിന് കൂടുതലായി. എനിക്കൊന്ന് വിവേകേട്ടന് അത് ഇല്ലാത്തൊരു ഫീൽ എന്ന് വെച്ചാൽ വിവേകേട്ടന്റെ ക്യാരക്ടർ കുറച്ചും കൂടെ സീരിയസ് ആണ് ഇതിനകത്ത്. പാരാസൈക്കോളജിസ്റ്റിന്റെ ക്യാരക്ടർ ആയതുകൊണ്ട് അങ്ങനെ ചില്ല് ചെയ്യാനുള്ള അവസരം വിവേകേട്ടന്റെ ക്യാരക്ടറിന് കിട്ടിയിട്ടില്ല. എനിക്ക് പക്ഷെ ഞാൻ ഈ കട്ട് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ചില്ലാണ്. അങ്ങനെ എനിക്ക് ഏറ്റവും ചില്ല് പുള്ളിയാ പിന്നെ സെറ്റില്. അപ്പൊ അങ്ങനെ ആ ഒരു ഇത്. പക്ഷെ എനിക്ക് ഇവരുടെയൊക്കെ ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് കുറച്ച് ഇവരുടെ ഇല്ല, കാരണം ഇവൻ പോലീസ് ഓഫീസറാണ്, ഇവനും കുറച്ച് സീരിയസ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. പക്ഷെ ഇവന്റെ ക്യാരക്ടർ കാണുമ്പോഴത്തേക്ക് എടാ മിടുക്ക ഭയങ്കര എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓ സമയം നമ്മളൊക്കെ 5 സുന്ദരിമാര് പോയിട്ട് ഒരു സുന്ദരി നല്ലതുണ്ടായാൽ മതി എന്ന് ചിന്തിച്ച് പോയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ശിവ 5 സുന്ദരിമാരുടെ ഇടയിൽ കിടന്ന് അങ്ങ് എനിക്കത് തീരെ പിടിക്കണില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അത് മാറി നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവന് നന്നായിട്ട് അവൻ്റെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ പറയും. എങ്ങനെയുണ്ട് 5 സുന്ദരിമാരുടെ കൂടെ മെയിൻ സുന്ദരനായിട്ട് വരസുന്നതിൽ? അവൻ ഈ 5 സുന്ദരിമാർ പോരാ എന്നുള്ളതാണ്. ഇനിയും സുന്ദരിമാരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഹോസ്റ്റലിനകത്താണ്, ഇനി കോളേജിന്റെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് ഡയറക്ടറിന്റെ അടുത്തിടയ്ക്ക് ചോദിക്കുന്നത്. അല്ല, ഇപ്പൊ ഇവരെല്ലാവരും പറയുന്ന പോലെ 5 സുന്ദരികൾ നമുക്കിപ്പോൾ 5 പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ച് ഫീൽ ആയിരുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. അല്ല എനിക്ക് ഇവരാരും പേഴ്സണലായിട്ട് അറിയില്ല. പിന്നെ ഫസ്റ്റ് ടൈം തന്നെ ഒരു അറിയില്ല എന്നിട്ടിങ്ങനെ ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ കോമ്പിനേഷൻ സീനായിരുന്നു 5 പേരും പിന്നെ ഞാനും. അപ്പോൾ അത് ചെയ്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ എല്ലാവർക്കും സെയിം വട്ടാണ്, അതെ നമ്മൾ ഒരേ വൈബാണ് എന്ന് മനസ്സിലായി. അതാണ് പാരാസൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു നല്ല ബോണ്ടിങ് ആണ് ഞങ്ങൾ തമ്മിൽ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് മാത്രമല്ല, ലൈക്ക് ഇപ്പോൾ വിവേകേട്ടൻ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി അടുത്ത സ്കെഡ്യൂൾ തുടങ്ങാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 5 സുന്ദരികളുടെ ഹോസ്റ്റലായോണ്ടല്ലേ. അതെ അതും ഒരു റീസൺ ആണ്. എങ്ങനെയാണ് ഇതിലേക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് ക്യാരക്ടറാണ് ഞാൻ. ഇതുവരെ ഈ പറഞ്ഞ പോലെ ഞാൻ പോലീസായിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല. അങ്ങനെ
നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ബ്രദർ പരിപാടിയൊക്കെയാണല്ലോ. എങ്ങനെ ഒരു മാസ് പോലീസുകാരനാണോ ഡയലോഗ്സ് ഒക്കെ പഞ്ചിന് പറയുന്നത്? അതായത് ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എപ്പിസോഡ് ഇതുവരെ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് വളരെ വലിയൊരു പൊസിഷനിലിരിക്കുന്ന പോലീസുകാരനാണെങ്കിലും അയാൾ ഇപ്പം പെൺപിള്ളേരെ കാണുമ്പോൾ അത്യാവശ്യം ചാബല്യങ്ങളൊക്കെ ഉള്ളൊരു പാവപ്പെട്ട പോലീസുകാരനാണ്. അപ്പോൾ പിന്നെ ഇതിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിലെല്ലാം എപ്പോഴും ഈ പെൺപിള്ളേർ ഇടപെടുന്നത് കൊണ്ടും അത് അവിടെ ഇവരെ ഹോസ്റ്റലിൽ പോകേണ്ടി വരുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എപ്പോൾ വിളിച്ചാലും എപ്പോൾ റീനാമ വിളിച്ചാലും നമ്മൾ ആദ്യം ഓടിയെത്തുന്നതാണ്. റീനാമ എന്ന് പറയുന്നത് നമ്മുടെ വാർഡന്റെ ക്യാരക്ടറാണ്. മീര വാസുദേവ് മാം ആണ് വാർഡന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ. പുള്ളിക്കാരത്തി ഇതുവരെ മലയാളി ഓഡിയൻസ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസിൽ പോലും ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് വിസിബിൾ ആണ്. പുള്ളിക്കാരത്തിയുടെ കരിയറും ഇതിന് മുന്നേ ഉള്ള വർക്ക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. ഞങ്ങൾക്കും പെട്ടെന്ന് വാർഡന്റെ ക്യാരക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ പുള്ളിക്കാരത്തി ഫ്രെയിമിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങളും ലിറ്ററലി ആ ഒരു ഹോസ്റ്റൽ പിള്ളേരുടെ ആ ഒരു മൂഡാവും. കാര്യം അങ്ങനെ ഷീസ് അത്രയും പവർഫുൾ ആയിട്ടാണ് സ്ക്രീനിൽ വന്ന് നിൽക്കുന്നത്. അത് അഗൈൻ ഒരു പ്ലസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് സംഭവം ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വർക്കും മേരി ചേച്ചിയുടെ കൂടെയായിരുന്നു. അപ്പോൾ അതിലെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ മീര ചേച്ചി ഇതിലുണ്ടെന്നുള്ളത് നേരത്തെ അറിഞ്ഞു. അപ്പം നമ്മുടെ സെയിം പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഞാൻ ഇതിലോട്ട് കാസ്റ്റ് ചെയ്ത സമയത്ത് മീര ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ മൊത്തമുള്ള ആ വിഷ്വൽ എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറും ആ ഒരു ഡ്രസ്സിങ്ങും ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഞാനും ഈ പറഞ്ഞ പോലെ ഇതിലോട്ട് കണ്ടപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ഇത് വല്ലാത്ത ഗെറ്റപ്പും വല്ലാത്ത ചേഞ്ചും ആയിപ്പോയല്ലോ. ഞാൻ ഫീൽ ചെയ്ത് ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്തു. ചേച്ചി ഇത് ഭയങ്കര ഗംഭീരമായിരിക്കണം കേട്ടോ ഇനിയും. പക്ഷെ ആ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ക്യാരക്ടർ തന്നെയാണത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വല്ലാത്തൊരു ചേഞ്ച് ഓവറും മേക്ക് ഓവറും ആയിപ്പോയെന്ന് നമുക്ക് ഫീൽ ചെയ്തു. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മേരി ചേച്ചി ചെയ്യുന്നുണ്ട് അത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് പോകേണ്ടത് ഇതിന്റെ മേക്കേഴ്സിന് തന്നെയാണ്. കാര്യം ഇതിന്റെ കാസ്റ്റിംഗ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ മീര മാമിനെ ആ ഒരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോഴും ഈവൻ വിവേകേട്ടനെ ഞാൻ ഇതിന് മുന്നേ സെറ്റിലോ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരനെ ആദ്യം കണ്ടപ്പോഴേ ഓക്കെ ഹി ക്യാൻ പാസ് ഫോർ എ പാരാസൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സെയിം ആരവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വിശാലിന്റെ കാര്യത്തിലാണെങ്കിലും ഋത്തികയുടെ മേഘ എന്ന് പറഞ്ഞ ക്യാരക്ടറിലാണെങ്കിലും ഷൈനി എന്ന് പറയുന്ന ക്യാരക്ടറാണെങ്കിലും ലക്ഷ്മിയുടെ ഈവൻ ദേവേട്ടന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് എന്റെ പേര് പറഞ്ഞപ്പോ പാരാസൈക്കോളജി ഇങ്ങനെ പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു. വിവേകേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോഴും പാരാസൈക്കോളജിസ്റ്റ് വിവേകേട്ടന് ഫസ്റ്റ് ടൈം ആ ക്യാരക്ടറിനെ കണ്ടപ്പോ പാരാസൈക്കോളജിസ്റ്റ് ആയിട്ട് ഞാനങ്ങനെ ഞെട്ടിപ്പോയി. ഏറ്റവും കമ്പോസ്റ്റ് ആയിട്ട് എല്ലാം നിങ്ങൾ പറയുന്നതിന് എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ പറയുന്ന പോലെ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ലീഡർ വൈബ്. എങ്ങനെയാണ് നിങ്ങളുടെ ഹോസ്റ്റൽ? അങ്ങനെയൊന്നുമേ ഇല്ല. ഇല്ല ക്യാരക്ടറിന് ആ ഒരു വൈബ് ഉണ്ടോ? അത് ക്യാരക്ടറിന്റെ അല്ല, അത് ചേച്ചി അങ്ങനെയാണ്. ചേച്ചി എല്ലാം സിസ്റ്റമാറ്റിക് ആ കാര്യങ്ങളെല്ലാം, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഷൂട്ട് തുടങ്ങിയ സമയത്ത് നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യണം. ഒരാൾ മാത്രം ഈ ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, മാം ഡൗട്ട് ആ സാധന മനുഷ്യന് ഡയലോഗ് ഒന്ന് പഠിച്ചു വരുമ്പോൾ സാർ അത് ഇങ്ങനെ ചെയ്ത കുഴപ്പമുണ്ടോ? നമ്മൾ ഈ ഒരു ഡൗട്ടിന് ഇതെന്താ സാർ ഇങ്ങനെ ഇവിടെയാണോ ഇങ്ങനെ ചെയ്യട്ടെ നമ്മള്? ആ ഓക്കെ സാർ, അല്ല സാർ ഒന്നും കൂടി ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര ഡൗട്ടാണ്. ശരിക്കും എൻ്റെ ക്യാരക്ടർ ചേച്ചിക്ക് കൊടുക്കായിരുന്നു. എൻ്റെ അതിൻ്റെ അകത്തെ ക്യാരക്ടർ ഞാൻ ഭയങ്കര ഡൗട്ടാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡൗട്ടാണ്. അതുപോലെയാണ് ചേച്ചി ഭയങ്കര ഡൗട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ പല ക്ലാസ്സുകളിലും നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഒത്തിരി ഡൗട്ട്സ് ചോദിക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പൊ സാറുമാര് നോക്കി കണ്ട് പഠിക്കുക. പക്ഷെ പരീക്ഷയുടെ മാർക്ക് വരുമ്പോ ഏറ്റവും കുറവാണ്. അതാണ് അവസ്ഥ. ബാക്കിയുള്ളവര് കോപ്പി അടിച്ചെങ്കിലും തുണ്ടെങ്കിലും സാർ അത് ആ കണക്ക് സാർ ഒന്നുകൂടെ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചു. യവൻ ഭയങ്കര പഠിത്തോ ട്യൂഷനൊക്കെ പോയി ഭയങ്കര, പക്ഷെ മാർക്ക് വരുമ്പോഴത്തേക്കും യവ ഒന്നുമില്ല. ബാക്കി കോപ്പി അടിച്ച് ചെയ്തിട്ട് ഇവനേക്കാളും മാർക്കുണ്ട്. സൈക്കോളജിസ്റ്റ് ഞാൻ നേരത്തെ ഗുമ്മിന് പറയാത്തതിനുള്ള പ്രതികാരമാണ് വീട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അല്ല, ചില സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഇതൊക്കെ വായിക്കുമ്പോൾ സീനൊക്കെ വായിക്കുമ്പോൾ പുള്ളിക്കാരി മാത്രം കൈയൊക്കെ കെട്ടി ഇങ്ങനെ
സീരിയസ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ അല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും. ഇവിടെയാണ് ചേട്ടാ, അപ്പോഴും വളരെ ഇവിടെയാണ് ചേട്ടാ എന്നൊക്കെ പറയണത് നമുക്ക് കേൾക്കാം. പക്ഷെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ബ്രില്യൻ്റ് ആയിട്ട് ഓഫ് ദ ഫീൽഡും ഓൺ ദ ഫീൽഡും ഒക്കെ ഈ പറഞ്ഞ പോലെ ബ്രില്യൻ്റ് ആയിട്ട് ഓഫ് ദ സ്ക്രീനും ഓൺ ദ സ്ക്രീനും. ഞാൻ ആദ്യം നമ്മുടെ ലൊക്കേഷനിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവനെ കണ്ട് പരിചയപ്പെട്ടു. അപ്പൊ ഇവനെ കണ്ട് പരിചയപ്പെട്ട് ഇവൻ എൻ്റെ മുഖത്തും നോക്കുന്നില്ല, ഇവൻ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് മൊബൈൽ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ അടുത്തിരിക്കുകയാണ്. ഞാൻ അടുത്തിട്ട് ഇവൻ ഇങ്ങനെ സംസാരിക്കാത്തത് ജാടയാണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്രിക്കറ്റ് കളിക്കും. നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റായി കളിച്ച് നിൽക്കുന്ന ആൾ. അപ്പം അങ്ങനെ നമ്മളൊരു പ്രാക്ടീസ് സെഷനിൽ കണ്ടപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇവനെ പരിചയപ്പെടുന്നത്. പിന്നെയാണ് മനസ്സിലായി ഇവൻ എന്നെക്കാളും തൊട്ടിയാണ്. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, നീ എന്തിനു പിന്നെ അന്ന് അത്ര ജാട കാണിച്ചിരുന്നതിൻ്റെ കാര്യം? ചേട്ടാ എനിക്ക് ചേട്ടൻ ഒരു സീനിയർ ആക്ടർ അല്ലേ, അപ്പം ഞാൻ ഒരു ബഹുമാനമൊക്കെ തന്നിരിക്കുന്നതാണെന്ന്. ഞാൻ എന്തിന് ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു പുള്ളി ഇത്ര തറയാണെന്ന്. ഞാൻ നോക്കുമ്പോൾ അതെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരാൾ പെട്ടെന്ന് നേരിട്ട് കാണുമ്പോൾ വൈഫ് ഭയങ്കര ഫാനാണ് പുള്ളിക്കാരുടെ കുട്ടിക്കാലത്തെ ഈ സീരിയലൊക്കെ കാണുന്നതാണ്. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞ് വെച്ചേക്കാണ്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് എനിക്ക് എത്ര വയസ്സായെന്ന് കുട്ടിക്കാലം അങ്ങനെയല്ല. അപ്പൊ ഇവള് പറഞ്ഞ് ഹൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എടീ വിവേകോപനൊക്കെ ഉണ്ട്, അപ്പോൾ വിവേകനുണ്ടോ, സൂക്ഷിക്കണം, പുള്ളി ഭയങ്കര ഇത് കുറച്ച് സീരിയസ് ആണ്. അപ്പൊ ഞാൻ ഇതൊക്കെ വെച്ച് മൈൻഡിൽ വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ വന്നു, ഞങ്ങൾ ഫേസ് ടു ഫേസ് കണ്ടു. ഞാൻ ചിരിച്ചു. അപ്പോൾ പുള്ളി ചിരിച്ചു. അപ്പോൾ ഞാനത് മോട്ടയാണ്. പിന്നെ നമ്മൾ മിണ്ടണ്ടല്ലോ. പിന്നെ പുള്ളി എന്തെങ്കിലും പറഞ്ഞ റിപ്ലൈ കൊടുക്കും. പിന്നെ നമ്മൾ പുള്ളി പറഞ്ഞ കണക്കിന് കളിക്കാൻ വന്ന് പരിചയമായി. പിന്നെ മനസ്സിലായി നമ്മളൊക്കെ ടീം. സൂരജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും ഒരു പക്ഷെ ആ സീരിയൽ കാണാത്ത ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്കും സൂരജ് ആരാണെന്നറിയാം മീംസിലൂടെയും ബാക്കി കാര്യങ്ങളിലൂടെ. എന്താണ് അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്? വർഷങ്ങൾ കഴിഞ്ഞു, സീരിയൽ കഴിഞ്ഞു, എല്ലാം ക്ലോസ്ഡ് ആയി. എനിക്ക് അത് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ്. ഞാൻ ആ സീരിയൽ ചെയ്ത് ഏകദേശം കഴിയാറായപ്പം സാജൻ ചേട്ടനുമായിട്ടൊക്കെ ഞാൻ സാജൻ സൂര്യ അദ്ദേഹമായിട്ടൊക്കെ ഞാൻ വളരെ ക്ലോസ് ആണ്, ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം സാജൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സാജൻ പറഞ്ഞത്, നമ്മൾ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഭയങ്കര ഈ എന്താ പറയുക എവർഗ്രീൻ അല്ലെങ്കിൽ അവരുടെ എന്നുള്ള നമ്മൾ ഹിറ്റായിരിക്കും. നമ്മൾ എവിടെ കണ്ടാലും റെസ്പോൺസ് ചെയ്യും ആൾക്കാർ, ഭയങ്കര നമ്മൾ അങ്ങനെ ഒരു ഫീലിലായിരിക്കും, നമ്മളൊരു സെലിബ്രിറ്റി ഫീൽ തന്നെയായിരിക്കും. പക്ഷെ ആ സീരിയൽ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോഴേ ഒരു മുമ്പ് ഒരു സീരിയലിൽ അഭിനയിച്ചൊരു നടൻ അങ്ങനെ അവർ നമ്മളെ റെഫർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഈ കണ്ട് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരണം അങ്ങനെയൊന്നുമില്ല. അവർ കാണുമ്പം അവർക്ക് മനസ്സിലാവും ഒരു പഴയ ഒരു സെലിബ്രിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ മുമ്പ് ഒരു സീരിയലിൽ അഭിനയിച്ച ഒരു സെലിബ്രിറ്റി ആയിരുന്നു. അപ്പം കാണുമ്പോൾ ഒരു ചിരിക്കും എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് നോടിയും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോഴും ഈ പരസ്പരം എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ് ഇത്രയും വർഷം, എനിക്ക് തോന്നുന്നു 8-9 വർഷം ആവും, 9 വർഷം 10 വർഷം ആവും. എന്നിട്ടും ഇപ്പോഴും ആൾക്കാർ ഈ സൂരജ് എന്നുള്ള പേരിൽ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതും, ആൾക്കാർ ഇപ്പോഴും പരസ്പരത്തിൻ്റെ പേര് വെച്ചിട്ട് നമ്മളടുത്ത് വന്ന് ഫോട്ടോ എടുക്കാനും നമ്മളെ കൂടെ ഒന്ന് സംസാരിക്കാനും ഒക്കെ നിൽക്കുമ്പം ഇന്നലെ കഴിഞ്ഞ പോലെ ഫീൽ എനിക്കിപ്പോഴും തോന്നാറുണ്ട്. അത് ആ സീരിയൽ അത്രയും ഇമ്പാക്റ്റ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു 5 സുന്ദരികളെ സീരിയലും ആൾക്കാരുടെ ഇടയിൽ നമുക്ക് ഓരോ ക്യാരക്ടറും അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് ഇപ്പോഴത്തെ യങ് ജനറേഷന് മറ്റേ എന്താ ജെൻസി അല്ല, ജെൻസി കഴിഞ്ഞു, ജെൻ ആൽഫ ആണ് ഇപ്പോ. ജെൻ ആൽഫ കഴിഞ്ഞു, ഇതൊക്കെ ജെൻസി ഒക്കെ കഴിഞ്ഞു. എന്റെ സമ്മതിക്കണം കേട്ടോ, ഞാനൊക്കെ ഏത് പറയും. അപ്പൊ ജെൻ ആൽഫയിലുള്ള യൂത്ത് ആൾക്കാർക്കും ഈ പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥയാണ് ഇപ്പോഴും നമുക്ക് ഇതിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പരസ്പരം അന്ന് ഹിറ്റായതുപോലെ ഇതിലും അത്രയും അക്സെപ്റ്റൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു വർക്കാണിത്. കാരണം സൂരജ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റ് ആണല്ലോ, ഓരോ സീരിയൽ ഇങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ പഴയ ക്യാരക്ടർ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്താണോ കറന്റ്ലി ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതിൽ തന്നെ സൂരജ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ആർട്ടിക്കിൾസിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ബെസ്റ്റ് ഹസ്ബൻഡ്, ബെസ്റ്റ് മകൻ, ആ ഒരു ടാഗ് ലൈൻ. അപ്പം അങ്ങനെ ആരെങ്കിലും വന്ന് ഇഷ്ടംപോലെ പേര് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ആൾക്കാർ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും എൻ്റെ അടുത്തൊക്കെ ഞാനും പല സ്ഥലങ്ങളിലും ഈ പോകുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ദീപ്തി എവിടെ? ഞാൻ പറഞ്ഞ ഡ്യൂട്ടിയിലാണ്. അപ്പൊ നിങ്ങൾ വെള്ളത്തിൽ ചാടി ഇറങ്ങില്ലേ?
സാരമില്ല. Cut, cut, cut. Line cut. ലൈൻ കട്ടായി മര്യാദക്ക് നല്ലൊരു ഫ്ലോയിൽ വന്നോണ്ടിരിക്കുന്നത് കളഞ്ഞ്. താങ്ക് യുടാ. ആരുണ്ടോ നമ്മൾ കണ്ടിരുന്നത്. ഞങ്ങൾ ആ ക്ലൈമാക്സിനെ കുറിച്ച് ആക്ച്വലി ഇന്ന് രാവിലെ വന്നപ്പോൾ കൂടി സംസാരിച്ചു. അപ്പൊ അത് ഇപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് അങ്ങനെ അവര് ഇപ്പോഴും വിചാരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള രീതിയിൽ ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ അത്രയും ഇമ്പാക്റ്റ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി എന്നുള്ളത്. പിന്നെ അതുപോലെ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചവരും അച്ഛനായിട്ട് അഭിനയിച്ച ആളും ഇവരൊക്കെ അത്രയും എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു കുടുംബമായിട്ടൊരു സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലായിരുന്നു അന്ന് പൊക്കോണ്ടിരുന്നത്. നമ്മൾ അന്ന് മേക്കപ്പും നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ഞാനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറ്റ് ക്ലോത്ത് ഇട്ട് ജസ്റ്റ് ഒന്ന് മുഖം തുടച്ചിട്ടാണ് നമ്മൾ നേരെ ഷൂട്ടിൽ കയറുമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അവസാന സമയം ആയപ്പോഴാണ് ഈ നരയൊക്കെ ഇട്ട് ഇപ്പോഴും നരയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നര ഇടണം. ആക്ച്വലി ഇതിൽ നര എവിടെയാണ് വന്നത്? നരയെ കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അത് ഞാൻ ഇപ്പോഴും മനസ്സ് എന്നത് താഴെയാണെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നശിപ്പിക്കില്ല. ആ ടോപ്പിക് എടുത്തോണ്ട് വന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വർക്കായിരുന്നു അത്. കാരണം ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്ത വർക്കായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഈ സീരിയലും ഞാൻ വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ അതേ ഇത് രീതിയിൽ തന്നെ പോകുന്നു. കാരണം നമ്മൾ വന്ന സമയത്തും മേക്കപ്പ് ഒന്നും വേണ്ട എന്ന്, മേക്കപ്പ് ഒക്കെ വളരെ കുറച്ച് നാച്ചുറലായിട്ട് മതി, മേക്കപ്പ് ഒന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ മുമ്പോട്ട് പോകുന്നൊരു സീരിയൽ. പിന്നെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് സിനിമാറ്റിക് സ്കോപ്പിലാണ് ഇത് ഷൂട്ട് ചെയ്യണത്. അപ്പം സാധാരണ സീരിയൽ കാണുന്ന പോലെ ആയിരിക്കില്ല, കാണാൻ വിഷ്വലി കുറച്ച് നല്ല കളർഫുൾ ആയിരിക്കും, കുറച്ച് ഭംഗിയായിരിക്കും. ഒരു സിനിമ കണ്ട പോലത്തെ ഒരു ഫീല് നമുക്ക് വിഷ്വലി നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ ആക്ച്വലി എടുക്കുന്ന എഫേർട്ടും അതുപോലെ തന്നെ ഇപ്പം അതെനിക്കൊന്നും അഗൈൻ പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഓരോ സീൻസും നമ്മൾ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ആക്ച്വലി ഈ സെറ്റിൽ വന്നാലേ, നമ്മൾ അന്ന് ഈ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, സെറ്റിൽ വന്നാലേ ഞങ്ങൾ എന്തോരം എഫേർട്ട് ഇട്ടാണ് ഓരോ സീൻസും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി എല്ലാ വർക്കും ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ഒരു സെറ്റ് ഓഫ് ഹാർഡ് വർക്ക്. പക്ഷേ ഇതിൽ ഞങ്ങൾ ഇച്ചിരി കൂടെ എക്സ്ട്രാ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഹോപ്പ്ഫുള്ളി ആ സ്ക്രീനിലേക്കും ട്രാൻസ്ലേറ്റ് ആവും എന്ന് തോന്നുന്നു. ഇപ്പം വിവേകേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ അതെ സാധാരണ യൂഷ്വലി കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹെവി മേക്കപ്പ് അങ്ങനത്തെ ഒരു രീതിയാണല്ലോ സീരിയലാണെങ്കിലും എല്ലാ ഫോമാറ്റിലാണെങ്കിലും. ഞങ്ങളോട് ആദ്യമേ വന്ന് പറഞ്ഞ സാധനമാണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ രീതിയിൽ നിന്നാൽ മതി. ക്യാരക്ടർ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇപ്പം ഋത്തികയുടെ ക്യാരക്ടർ മേഘ ഫുഡി ക്യാരക്ടറാണ്, പുള്ളിക്കാരത്തിയുടെ കുറച്ച് ഇൻക്വിസിറ്റീവ് മൈൻഡുള്ള ക്യാരക്ടറാണ്, എൻ്റെ മജീഷ്യൻ ക്യാരക്ടറാണ്. നിങ്ങളെ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളൂ, എന്നിട്ട് ഏതാണ് വാട്ട് സെർവ്സ് റൈറ്റ് ഫോർ യു അത് നോക്കിയിട്ട് നിങ്ങളത് ചെയ്യൂ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ഫ്രീ ഹാൻഡാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എനിക്കൊന്ന് അതും ഞങ്ങൾക്ക് കുറച്ചും കൂടി ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അല്ല, ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി എന്തായാലും എടുത്തുകൊണ്ടൊരു ഒരു കാര്യം. കാരണം എന്താ, ഇതിൻ്റെ ഡയറക്ഷൻ ടീം അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ടീമൊക്കെ ഭയങ്കര എഫർട്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ബാക്കിയുള്ള സീരിയൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കട്ട്സ് എല്ലാം വെക്കുന്നൊന്നും സാധാരണ ഒരു സീരിയൽ കട്ട്സ് അല്ല. നമുക്ക് പല സാധനം ഫീൽ ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്, കുറച്ചുകൂടി സ്പേസ് ഉള്ള പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് വിഷ്വലി കാണുമ്പോഴും നമ്മളിപ്പോൾ കണ്ട എപ്പിസോഡ്സ് എല്ലാം ബാക്കി സീരിയലുകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ അപ്ലോസ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഡയറക്ഷൻ ടീം, ക്യാമറ ടീം, അതുപോലെയുള്ള ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് മൊത്തത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഒബ്വിയസ്ലി ആൾക്കാർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടുണ്ടോ. ഏറ്റവും നല്ല ഫസ്റ്റ് ഇംപ്രഷൻ തന്നത് ഇവരിൽ ആരാണ്? ഫസ്റ്റ് ഇംപ്രഷൻ ഐ തിങ്ക് എല്ലാവരും, ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഷോട്ടായിരുന്നു. ഇപ്പോൾ ഗൗതമി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം അതെ സീരിയലിലെ ഫസ്റ്റ് ഷോട്ട് എൻ്റെ ഇവരതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ ഉണ്ട്, ഇവർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ അവനോട് തന്നെയായിരുന്നു. എല്ലാവരും നല്ലപോലെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും ഒരു അപ്പർ ഹാൻഡ് ഐ തിങ്ക് മേഘയായിരുന്നു. കാര്യം കോമഡി വർക്കൗട്ട് ചെയ്യാൻ, അത് ബാക്കി ആരും മോശമാണെന്നല്ല, ബട്ട് കോമഡി വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഇവളുടെ പുറത്ത് ഇവളെ ആക്ച്വലി റിയൽ ലൈഫിൽ അങ്ങനെയാണ്. അപ്പോൾ ആ സാധനങ്ങൾ തന്നെ അങ്ങോട്ടൊന്ന് ജനറേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാവരും അടിപൊളിയാണ്. ഞാൻ രാവിലെ പഠിപ്പിച്ചല്ല. അതെ, അല്ല ഇപ്പൊ പറഞ്ഞോണ്ടല്ല. പിന്നെ വിവേകനല്ല ദേവയും ആക്ച്വലി ദേവ ആക്ച്വലി മോക്ക് ഷൂട്ടിന് വന്നപ്പോ ഈ റോളായിരുന്നു. അപ്പൊ എനിക്കിത് ആക്ച്വലി പുള്ളി ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ വിവേകേട്ട അതിലോട്ട് വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ദേവ ഇല്ലേ എന്നിങ്ങനെ തോന്നി. പക്ഷെ ദേവയ്ക്കും ഇപ്പോ ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റിംഗ് ക്യാരക്ടറാണ് എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. നല്ലപോലെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതൊരു നല്ല ഇമ്പ്രഷൻ ആയിരുന്നു. വിവേകേട്ടൻ
എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവന്റെ ക്യാരക്ടർ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം, ഒരു പോലീസ് ഓഫീസറായിട്ടൊരു സംഭവം ചെയ്യണമെന്ന്. കാരണം ഞാൻ ഫിസിക്കൊക്കെ ആ സമയത്ത് അത്രയും, ഇപ്പം മറ്റേ നമ്മളെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട്, ഫിസിക്കൊക്കെ ഫുള്ള് ഇതാക്കി വെച്ചു. ജിം ഫ്രീക്ക് ആണോ? അതെ ജിം ഫ്രീക്കാണ്. അപ്പം ഞാൻ അത്രയും ബിൽഡ് ചെയ്ത് വെച്ച് ഞാൻ പാലിച്ചു, എനിക്ക് ഇനി എന്നാണോ അതൊരു നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള ആ ഒരു ക്യാരക്ടർ എന്ന് വരുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പം ഇവന്റെ ഈ റോള് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. അപ്പം കാരണം ഇവനൊക്കെ ഇത് എങ്ങനെ ചെയ്യണം അതാദ്യം തോന്നി, അത് എപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഒരു പോലീസ് ഓഫീസറുടെ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ആഗ്രഹിക്കാറുണ്ട് എനിക്കൊരു പോലീസ് ഓഫീസർ. ആക്ച്വലി എന്റെ ഭയങ്കര ഡ്രീം ക്യാരക്ടർ ആയിരുന്നു പോലീസ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ ബികോമേഴ്സ് ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് സബ് ഇൻസ്പെക്ടർ ആവണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നമ്മുടെ സ്വഭാവം ഒന്നും അല്ലാത്തതുകൊണ്ട് നടന്നില്ല. പക്ഷെ ഇപ്പൊ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ നമുക്ക് അഭിനയിക്കാൻ തുടങ്ങിയോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ആഗ്രഹമുള്ള എല്ലാ ആ പോലീസ് സേന രക്ഷപ്പെട്ട് സബ് ഇൻസ്പെക്ടർ ആവാതെ. അല്ല, നമുക്ക് ആഗ്രഹിക്കുന്ന ഓരോ നടക്കണു എന്നുള്ള സന്തോഷം. ഞാൻ പണ്ടൊക്കെ വീടിന് മുമ്പ് ഒരു പോലീസ് ജീപ്പ് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അത് ഇപ്പൊ വിചാരിച്ചാലും നടക്കണം. ഈ ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരോടും ഒന്ന് ചോദിച്ചു. അതല്ല, ഈ ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരോടും ചോദിച്ചു, റിപ്പീറ്റ് ചെയ്തു. ഇംപ്രസ് ചെയ്തത് ഐ തിങ്ക് ACP. ഇനി നമ്മുടെ ഫസ്റ്റ് സീൻ എനിക്ക് തോന്നുന്നു ACP ഓഫീസിലായിരുന്നു. അതെനിക്ക് ഞാൻ മിഞ്ചിന് ചിരിക്കുക. എനിക്കറിയാം ഗൗതമിജി ഞങ്ങൾ അടുത്ത് നിൽക്കുക, എനിക്ക് ചിരി സഹിക്കാൻ പറ്റും, ഞാൻ കൺട്രോൾ ചെയ്തിരിക്കാം. പെർഫോമൻസ് അത്ര രസമായിരുന്നു കാണാൻ. പിന്നെ ഞാൻ പോട്ടെ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ റിയൽ ക്യാരക്ടർ ഞാൻ എല്ലാവരോടും മിണ്ടുന്ന ഒരാളാണ്, എല്ലാവരോടും സംസാരിക്കാം. അതെ, കുറച്ചധികം മിണ്ടും. അല്ലല്ല അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് സംസാരിക്കുമെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണമല്ലോ. നമ്മളോട് സംസാരിക്കുന്ന ഇപ്പം ചിലവർ സംസാരിക്കും, പക്ഷെ എന്നാൽ നമ്മുടെ ആ ഒരു ഇതിൽ ആ വൈബ് വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെ തോന്നിയത്. അല്ല, ഞാൻ എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിച്ചേ കൂടുതലും. എല്ലാവരും എനിക്ക് ഒരേപോലെ, അതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ. കേരള സ്ട്രൈക്കേഴ്സിന്റെ കാര്യം, ക്രിക്കറ്റ് വളരെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ. ക്രിക്കറ്റ് വഴിയാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നോ അവിടെ വരെ എത്തിയിട്ടുള്ളത്. ഞാൻ അണ്ടർ-19 സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് കളിച്ച് കേരളത്തിന്റെ ലീഡിങ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. ലെഫ്റ്റ് ആം സ്പിന്നർ ആയിരുന്നു. പക്ഷേ ഈ പൊളിറ്റിക്സ് എന്നൊരു സംഭവം എല്ലായിടത്തും പ്രത്യക്ഷത്തിലുള്ള സാധനമാണ്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അണ്ടർ-19 കേരള ലീഡിങ് വിക്കറ്റ് ടേക്കർ ആയിട്ട് അതിൻ്റെ അടുത്ത വർഷം ട്രിവാൻഡ്രം ടീമിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ റിസർവിൽ പോലും ഇല്ലാണ്ട് ഞാൻ ഔട്ടായി. അപ്പോൾ ഞാൻ ശ്രീശാന്ത് നമ്മളൊക്കെ ഒരുമിച്ച് ഞാനും ശ്രീശാന്ത് റൂംമേറ്റ് ആയിരുന്നു. ഒരു ചെന്നൈയിലെ മാച്ചിലൊക്കെ നമ്മൾ റൂംമേറ്റ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ക്രിക്കറ്റിൽ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്ര വലിയ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കളി നിർത്തേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ എയിമും എൻ്റെ ഗോളും ഒക്കെ ഞാൻ ഫുള്ളായിട്ട് എഴുതി സെറ്റ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ ഓരോ വർഷം ഞാൻ ആ സമയത്തൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോഴത്തേക്കും ഏതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്കൗട്ട് ചെയ്യണം, എന്തൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഹയർ ലെവൽസ് ഓഫ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. അന്ന് ഞാൻ കളിച്ച സമയത്തൊക്കെ നമുക്ക് ഈ ഇന്ത്യൻ ടീമൊന്നും നമുക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അന്ന് IPL ഒന്നും ഇല്ല. അപ്പോൾ ഇന്ത്യൻ ടീമിനൊക്കെ കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാതെ, കേരളത്തിൽ നിന്നൊക്കെ ഒരാൾ അങ്ങോട്ട് പോകുക സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രഞ്ജി ട്രോഫി കളിക്കുക, പിന്നെ SBT, അന്ന് SBT ആയിരുന്നു, SBI അല്ല. അപ്പോൾ SBT അതാണ് നമ്മുടെ മെയിൻ, നമ്മുടെ മാക്സിമം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. SBTയിൽ ജോലിക്ക് കയറുക എന്നുള്ളതാണ്. അപ്പം അതൊക്കെ എയിം വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മൾ അന്ന് വർക്ക് ചെയ്തത്, നമ്മൾ അത്രയും കാര്യമായിട്ട് വർക്ക് ചെയ്തതൊക്കെ വേറൊരു രീതിയിൽ കൂടെയാണ് എനിക്കിപ്പോൾ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തതൊക്കെ എനിക്ക് ഇന്നിപ്പോൾ കിട്ടുന്നത് ഈ ഒരു ആക്ടിങ്, ഈ ഒരു പ്രൊഫഷനിലാണെന്നാണ് എനിക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ കളിയൊക്കെ നിർത്തി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു ഫാർമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. പിന്നെ അവിടുന്ന് പ്രൊമോഷനായിട്ട് ഞാനൊരു കമ്പനിയുടെ ABM വരെ ആയിരുന്നു, ഏരിയ ബിസിനസ് മാനേജർ. ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് പ്രിയദർശൻ സാറിൻ്റെ പാറ്റേൺ ആയിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരുന്നത്, സിറ്റി ക്രിക്കറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ രഞ്ജി ട്രോഫി പ്ലേയേഴ്സാണ്. ഒരു 10 പേര് 15 പേരുണ്ടെങ്കിൽ അതിലൊരു 10 പേരും രഞ്ജി ട്രോഫി പ്ലേയേഴ്സാണ്.
ബാക്കി 5 പേര് ഈ ചെറിയ സ്റ്റേറ്റ് പ്ലേയേഴ്സ്, അതായത് അണ്ടർ 22 അണ്ടർ 19 ഒക്കെ സ്റ്റേറ്റ് പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഈ രഞ്ജി ട്രോഫി പ്ലേയേഴ്സൊക്കെ ഇവരൊക്കെ ആരെങ്കിലും രഞ്ജി ട്രോഫി അങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടി സ്റ്റേറ്റിന് വേണ്ടി കളിക്കാൻ പോകുമ്പോഴത്തേക്കും പകരം ആ ടീമിന് വേണ്ടിയിട്ട് ഞാൻ പോയി കളിക്കും. അങ്ങനെ കളിച്ചപ്പോൾ അതായത് വല്ലപ്പോഴും ഒക്കെ പോയി കളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പ്രിയൻ സാറ് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ബിജു ജോർജ് എന്ന് പറഞ്ഞൊരു കോച്ച്, പുള്ളി ഇന്നിപ്പോൾ ഇന്ത്യൻ വിമൻസ് ടീമിൻ്റെ ഒക്കെ ഫീൽഡിംഗ് കോച്ചാണ്. സഞ്ജു സാംസൻ്റെ ഒക്കെ കോച്ചാണ്. സഞ്ജു സാംസൺ നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നത് ക്ലബിന് വേണ്ടിയിട്ട്. അപ്പം ബി സാറ് പറഞ്ഞ് ഇങ്ങനെ സുരേഷ് ഏട്ടനുണ്ട്, അപ്പം പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് സുരേഷ് ഏട്ടനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനിത് ചുമ്മാ തമാശ എന്നുള്ള രീതിയിലായിരുന്നു മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളെ ചുമ്മാ കളിയാക്കാൻ ഞാൻ പോ സാർ ചുമ്മാ എനിക്ക് അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഫോട്ടോ സുരേഷ് ഏട്ടൻ്റെ മെയിൽ ചെയ്യിപ്പിച്ച് സുരേഷ് ഏട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. എടാ 16-ാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ ഹൈദരാബാദിലോട്ട് വന്നോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. ഞാൻ പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ എന്താ സംഭവം എന്നുള്ളത്. അപ്പം ഞാൻ ചേട്ടാ ഇത് എവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരാൾ നിന്നെ വിളിക്കും, ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് അവർ ബുക്ക് ചെയ്തോളും. അപ്പം അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ നേരെ ഹൈദരാബാദ് പോയി ഇറങ്ങണം. അപ്പോൾ അറബി ഒട്ടകവും പി മാധവൻ നായരും ലാലേട്ടൻ്റെ സിനിമ, അതാണ് എൻ്റെ ഫസ്റ്റ് സിനിമ. അതുവഴിയാണ് നേരെ എൻട്രി. അപ്പോൾ ഞാൻ ഏതൊക്കെ രീതിയിൽ ഇവിടെ എത്തിയിട്ടുണ്ടോ അതെല്ലാം ക്രിക്കറ്റ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു സപ്പോർട്ടും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഫസ്റ്റ് സീസൺ മുതൽ ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന സീസൺ വരെ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷനിൽ ഉണ്ണി മൂന്തൻ ഉണ്ണിയാണ് ഇപ്രാവശ്യം നമ്മുടെ ക്യാപ്റ്റൻ. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ടായിരുന്നു നമ്മൾ വർഷങ്ങളായിട്ട് കളിക്കുന്ന വ്യക്തികളിൽ കുറച്ച് പേര് നമ്മളെ ഈ ടീമിലുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കി പറഞ്ഞു, പുള്ളി അവരൊക്കെ വെറ്ററനായി, ഈ ഒരു വർഷം നമുക്ക് കപ്പടിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കണം. അപ്പം നമ്മളെല്ലാവരും ആ ഒരു രീതിയിൽ ആ ഒരു ഇൻറ്റൻറ്റോട് കൂടി നമ്മൾ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളൊരു ക്യാമ്പിൻ്റെ ഇടയിൽ പറയണുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ചാർജ് ആയ ഒരു ഫീൽ വന്നു മനസ്സിൽ. കാരണം നമ്മളെ അത്രയും ബാക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതുകൊണ്ട് മുമ്പോട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് യങ് പീപ്പിൾസ് ആണല്ലോ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആരാണെന്ന് ഉത്തരം പറയണം. സെറ്റിൽ ചിരിച്ച് ലൈൻ ഡെലിവറി ചെയ്യുന്നതിൻ്റെ അവിടെ ആ ലൈൻസ് മറന്നു പോകുന്നത് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? അതിപ്പോൾ ആക്ച്വലി ഇല്ല. ചിരിച്ച് ലൈക്ക് ഉദ്ദേശിച്ച് പറഞ്ഞാൽ ചിരിച്ച് പറയാൻ വന്ന ലൈൻസ് മറന്നുപോയി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാ ഒന്ന് മേഘ, ഇതും മേഘയും അമൃതയും രണ്ടുപേരും. അതെ, ദിയ ഉണ്ടല്ലോ, ദിയക്കിന് മനസ്സിലാവത്തോണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും അവര് എന്തെങ്കിലും നമ്മൾ മുന്നേ എന്തെങ്കിലും കോമഡി പറയുന്നതായിരിക്കും, ഇതുങ്ങൾ അതും പഠിച്ച് ഷോർട്ടിന്റെ ഇടയ്ക്ക് കിടന്ന് ചിരിയാ. അത് ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ. നേരത്തെ പറഞ്ഞില്ലേ ACBയുടെ ആ സീൻ വന്നപ്പോ എനിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യെന്ന്. എക്സാക്ട്ലി അത് നമ്മുടെ ഒരു ഡയലോഗൊക്കെ തെറ്റിയാല് പറയുമ്പോൾ ഡയലോഗ് തെറ്റിയാൽ എൻ്റെ ആയിരിക്കും, പക്ഷെ ഇവര് ചിരിക്കും. ഞാൻ ആ ഡയലോഗ് 2 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്താലും ഇവിടെ ചിരി കഴിക്കുന്ന പോലെ, അതായത് ഫസ്റ്റ് പ്രാവശ്യം തെറ്റിയാണ്. ഒരു ഷോട്ടിന്റെ ഇടയിൽ കുഞ്ഞൊരു ബ്രേക്ക് കിട്ടി ഒരു മൂലയ്ക്ക് പോയി ഉറങ്ങുന്ന ആള് ദിയ വൃന്ദ ക്യാരക്ടർ ചെയ്യുന്നത്. അതിനെ എവിടെ കൊണ്ട് നിർത്തിയാലും എങ്ങനെ നിന്ന് ഉറങ്ങും. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന വീഡിയോ എടുത്ത് എവിടെ കൊണ്ടിരുത്തിയാലും അവിടെ ഇന്ന് ഉറങ്ങി പോകും. അങ്ങനത്തെ ഒരു ടൈപ്പാ. നിങ്ങളുടെ സെറ്റിൽ ഒരു പ്രേതം വന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ആളായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തില് ഒരു ദിവസമല്ല ഒരു മാസം ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ആർക്കായിരിക്കും? ഒരു മാസം ഫോൺ കളഞ്ഞുകൊണ്ട് വരും. എന്നാലും ഇല്ലാണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ ജീവിച്ചിട്ടില്ലേ? ഞാൻ ജീവിക്കും, കാരണം ഞാൻ നമ്മളെ ആ കാലഘട്ടത്തിൽ ഫോൺ ഇല്ലായിരുന്നല്ലോ, ഞാൻ ജീവിക്കും. ഇപ്പൊ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കണേ? തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും, ഉറപ്പായിട്ടും. ഒരു മാസത്തേക്കല്ലേ? അല്ല, എന്നാലും ജിപേയിലുള്ള സാധനമൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞാൻ ജീവിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കെയറിംഗ് ആയിട്ടുള്ളത് ആരാണ് സെറ്റില്? അല്ല, അത് ഞാൻ കുറ്റം പറയില്ല, കാര്യം പ്രായം ഇത്ര ആയില്ലേ. അപ്പൊ ഇവരെയൊക്കെ ഒരു ത്രൂ ഔട്ട് ഇന്റർവ്യൂവിൽ എന്തെങ്കിലും എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മുതൽ. ശരിക്കും ചേച്ചി അതിപ്പം നമ്മുടെ സീനിൽ കണ്ടാലും മനസ്സിലാവും. സീനിലും
നമുക്ക് പെട്ടെന്നത് മനസ്സിലാവും. എൻ്റെ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ചേച്ചി ഞാനും ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യും എല്ലാ കാര്യത്തിലും. ഇപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പോലും ഭയങ്കര എന്നെ എപ്പോഴും കൊഞ്ചിച്ചോണ്ടത് ചിരിക്കാറ്. പക്ഷെ വഴക്ക് പറയാൻ എനിക്ക് വഴക്കും വഴക്കും ഞാൻ പറയും കേട്ടോ. ഞാൻ വെറുതെ എപ്പോഴും അങ്ങനെ ചെയ്യത്തില്ല. അവളെന്തെങ്കിലും പറയുമ്പം എന്നെ വഴക്ക് പറയും. ഞാൻ ശരിക്കും പറയാറുണ്ട്, അവളെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഗൗതമിന്റെ ഒരു ടോൺ കേൾക്കുമ്പോൾ ഗൗതമി ഒരു കാര്യം പറഞ്ഞു എല്ലാവരും അനുസരിക്കാൻ തോന്നുന്ന ഒരു ടോൺ ഉണ്ട്. കണ്ടോ അല്ല എന്നെ ചേച്ചി ഇപ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വഴക്കും പറയാറുണ്ട്. അതേപോലെ തന്നെ എന്നെ കൊഞ്ചിക്കാറുണ്ട് ചേച്ചി. ചക്കുടി എങ്ങനെയൊക്കെയാണ്? അങ്ങനെയല്ല, തക്കട് പറയുന്നത് അല്ല, അങ്ങനെ വിളിക്കാറുണ്ട്. ഇല്ല അങ്ങനെയല്ല, എന്നെ അങ്ങനെ വിളിക്കാറുണ്ട്. എന്നെ അങ്ങനെ എന്തോ ഇങ്ങനെ പറഞ്ഞു സംസാരിക്കാറുണ്ട് എന്നെ. അങ്ങനെയല്ല, എന്തോ പറഞ്ഞു ഇങ്ങനെ എന്നെ കൊഞ്ചിക്കാറുണ്ട് ഇടയ്ക്ക്. ശുക്രമണിയാണ് അങ്ങനെ എന്തോ പറയും ചേച്ചി, എന്തോ പറയില്ല എപ്പോഴും പറയാം. അതിപ്പോ ആ സമയത്ത് ഒന്നും നല്ലത് വിളിക്കുന്നല്ല. ഹൈലൈറ്റ് അതല്ല, ഹൈലൈറ്റ്. എന്താ ഹിന്ദി ചേച്ചിയുടെ അമ്മ പഞ്ചാബിയാണ്. അപ്പൊ ചേച്ചി ഇടയ്ക്ക് ഹിന്ദി പറയും. ഈ ഹൈറബ്ബ എന്ന് പറയുന്നത് അവിടെ എന്തോ ദൈവമാണ് ചേച്ചി പറയുന്നത്. അല്ല, അത് സംഭവം വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സീൻ എടുത്തിട്ട് ശരിയായില്ല, അപ്പം ഞങ്ങളൊക്കെ ഓക്കെ ഒന്നുകൂടെ റീടേക്ക് പോവാം. അപ്പം ഇവള് പെട്ടെന്ന് പാനിക്കാവും വിത്തൗട്ട് റീസൺ. നമ്മൾ ഇത്രയും മുതക്കേണ്ട കാര്യമുള്ളൂ. എക്സ്ട്രീം. അതായത് ഒരു കാര്യമില്ല, വിത്തൗട്ട് ടെൻഷൻ വിത്തൗട്ട് പാനിക്. എന്തിനാണെന്ന് വെച്ചാൽ അവൾക്കും അറിയില്ല. ഞാൻ ചോദിക്കും നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് അറിയില്ല, എനിക്ക് ടെൻഷൻ അടിച്ച് എനിക്ക് പറ്റില്ല. നിങ്ങളിൽ ആരാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ സ്ക്രിപ്റ്റ് തിരുത്തണമെങ്കിൽ സ്ക്രിപ്റ്റ് തിരുത്താൻ മുൻകൈ എടുക്കുന്ന ആ ഒരു മൈൻഡുള്ള? ആഡ് ഓൺ എല്ലാവരും ചെയ്യാറുണ്ട്, പിന്നെ വേണ്ടാത്ത കറക്ഷൻസും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. അതെ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് മാത്രമല്ല കേട്ടോ നോക്കുന്നത്. ബിക്കോസ് ഇപ്പം സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും സെറ്റിലാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഗിവ് ആൻഡ് ടേക്ക് നമ്മൾ കൊടുക്കുമെങ്കിൽ പോലും ഇപ്പം സപ്പോസ് ഇപ്പം ഇവരുടെ ആരെങ്കിലും ഇപ്പം വിശാലാണെങ്കിലും ഞങ്ങളുടെ കോമ്പിനേഷൻ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എന്നോട് പറയും നീ ഇത് ഇങ്ങനെ പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ നീ അങ്ങനെ പറയാതെ എന്നൊക്കെ എന്നോട് പറയും. അപ്പം ഐ ഗെസ് ആ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം അവളുടെ ഡയലോഗ്സിലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയേണ്ട ഒരു ഫ്രീഡം ഉണ്ട്. വി ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. ആ ഒരു ഈഗോ ഇഷ്യൂസ് ഞങ്ങളുടെ ഇടയിൽ വരുന്നില്ല. ഐ തിങ്ക് അതും ഇക്കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലി ബോണ്ടിങ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഫാമിലി ബോണ്ടിങ്. ഇറ്റ്സ് ലൈക്ക് ഒരു സിസ്റ്റർ 1 2 3 4 5 അങ്ങനെയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ സീരിയലിന്റെ വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം കേട്ടു. എന്താണ് ഇനി പ്രേക്ഷകർ 5 സുന്ദരികളിലൂടെ പ്രതീക്ഷിക്കേണ്ടത് എന്നും കൂടെ ഒന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാം, ബാക്കി ഇവർ ഓരോരുത്തരും പറയും. എൻ്റെത് പറയുകയാണെങ്കിൽ ഒത്തിരി നല്ല സസ്പെൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ വരാൻ കിടക്കുന്നത് ഇനിയാണ്, ഇനി അങ്ങോട്ടാണ്. ഇതിപ്പോൾ ജസ്റ്റ് വെറുതെ സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഒത്തിരി ഈ പറഞ്ഞ പോലെ റീൽസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സീരിയൽ തുടങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ അതിനേക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് അത് മേക്ക് ചെയ്ത് വച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുവരെ നമ്മുടെ സീരിയൽ ചരിത്രത്തിൽ കാണാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി ഇത് കാണാൻ പോകുന്നത്. കാരണം വളരെ ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ്, നല്ല വിഷ്വൽസാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വരാൻ പോകുന്നുണ്ട്. അതൊക്കെ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സിലാണ് ഈ പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ടുള്ള സസ്പെൻസ്ഫുൾ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഓരോ എപ്പിസോഡും വളരെ ത്രിൽഡ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു ടോട്ടൽ ഫൺ പാക്കേജ് അല്ലേ, അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാം കൂടി എല്ലാവർക്കും എല്ലാ ഫാമിലി ഓഡിയൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒരേപോലെ, അതാ ഞാൻ ആദ്യം പറഞ്ഞു, അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ച് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു പാക്കേജാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഐ ഗസ് അത് തന്നെയാണ് അല്ലേ. അതെ, അതാണ് സംഭവം. അപ്പൊ കണ്ടു കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 5 സുന്ദരിമാരെ ഇറക്കിയേക്കുന്നത്. പിന്നെ ഗേൾസിനെ പിടിക്കാനാണ് ഞങ്ങൾ 3 സുന്ദരന്മാർ, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, 4. നിങ്ങളുടെ സീരിയൽ കണ്ടിട്ട് ആൾക്കാർക്ക് രസകരമായിട്ടും സന്തോഷത്തിലായിട്ട് ഒരുപാട് എപ്പിസോഡുകൾ പോട്ടെ, ഒരുപാട് പേര് കാണട്ടെ, വളരെ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.